ഓക്കെ, ഇന്നലെ ബുധനാഴ്ചയായിരുന്നു. ഇന്നലെ ഒരു ബുധനാഴ്ചയായിരുന്നു. ഇറ്റ് വാസ് എ വെനസ്ഡേ അല്ല, വെൻസ്ഡേ. വെൻസ്ഡേ, ഡേ, ഡേ, ടുഡേ, യെസ്റ്റർഡേ, ടുമോറോ ഇല്ല, ടുമോറോ എന്നോ. ഓക്കെ, സൺഡേ, സൺഡേ, ഹോളിഡേ, ട്യൂസ്ഡേ, ഫ്രൈഡേ. ആ എ എന്നുള്ള അതേപോലെ ഉച്ചരിക്കണം. പറയാനുള്ള എന്ന് പറയാം, പറയാന്നുള്ളതിന് സേ അല്ല, സേ. നമ്മൾ അണ്ണന്മാർക്ക് പിടിക്കണം. ഡേ, എന്നടേ. നമ്മുടെ കൊച്ചിനെ കൊണ്ട് പറഞ്ഞല്ലോ, എൻട്രേ, ഓ ഒണ്ടര രണ്ടര മൂന്ന്. ഓക്കെ, പാണ്ടിപ്പടയില്. സോ ഡേ, ഇത് മാത്രമല്ല, എവിടെയൊക്കെ എ കാണുന്നു അവിടെയൊക്കെ എ എന്ന് പറയണം. ഏപ്രിൽ കഴിഞ്ഞ മാസം മെയ്. ഞാൻ അകത്തോട്ട് വരട്ടെ എങ്ങനെ പറയും? അവിടെ മേ ആയി അല്ല, മേ ആയി. മേ ആയി, മേ ഐ കം ഇൻ. വാട്ട് ദ പോയിന്റ്? സേ, കാശ് കൊടുക്കാൻ എന്ത് പറയും? പേ. ഗൂഗിൾ പേ അല്ല, പട്ടി കടിച്ചാലാണ് പേ. പേ. ഇന്ന ആൾക്ക് മടി എനിക്ക് മനസ്സിലാവാത്തത്. പേ, ഐ പേ. ആണ്ടാ, നീ അടച്ചുകൊണ്ടതിന് പെയ്ഡ് എന്നല്ല, പെയ്ഡ് എന്നല്ല പറയുന്നത്. ക്ലിയർ? സോ പെയ്ഡ്, പേ, ഐ പേ, ഐ സേ. Can you say any other words with ends with a? May, okay. Pray, yeah, pray. Way, yeah, highway, yeah, way. നമ്മൾ വേ എന്നാ പറയാറ്. ഹൈവേ, വേ. ഔട്ട് ഓഫ് മൈ വേ എന്നർത്ഥം വഴിന്ന് മാറാം, മുണ്ടക്കൽ ശേഖര. അതാണ് ഔട്ട് ഓഫ് മൈ വേ. ഔട്ട് ഓഫ് മൈ വേ. അപ്പൊ എന്നെ കൺമുന്നിൽ നിന്ന് പോടാൻ തന്നെ പറയും ഔട്ട് ഓഫ് മൈ സൈറ്റ്. ഔട്ട് ഓഫ് മൈ സൈറ്റ്. സ്റ്റേ ഔട്ട് ഓഫ് മൈ സൈറ്റ്. ആണ്ടാ. അപ്പോൾ നമ്മൾ എവിടെയെങ്കിലും പാർക്കിൽ പോയി കഴിഞ്ഞാൽ നിങ്ങളും ഹസ്ബൻഡും കൂടി ഒരുപാട് സ്ഥലത്ത് വർത്താനം പറയുന്നു, മക്കൾ അവിടെ നിന്ന് കളിക്കുന്നു. മക്കളോട് പറയുന്നത് എങ്ങനെ പറയും? ബി ഇൻ ദ സൈറ്റ്. എന്താണ് ബി ഇൻ ദ സൈറ്റ്? ഇത് കൺവെർട്ടുന്നുണ്ടാവണം കേട്ടാ. ബി ഇൻ ദ സൈറ്റ്. കുഴപ്പമൊന്നുമില്ലല്ലോ. ഓക്കെ, ബി ഇൻ ദ സൈറ്റ്. ബി ഇൻ ദ സൈറ്റ്. ക്ലിയർ? അപ്പൊ സാധാരണ കാഴ്ച അങ്ങനെ പറയും. അത് സാധാരണ കാഴ്ചയാണ്. ഇറ്റ്സ് എ കോമൺ സൈറ്റ്. കോമൺ സൈറ്റ്. ഇവിടെ എന്തൊക്കെയാണ് കാണാനുള്ളത്? ഈ സ്ഥലത്ത് ഇവിടെ പോർട്ടിൽ എന്തൊക്കെയാണ് കാണാനുള്ളത്? മോഡൂലിനെ പറ്റി എനിക്ക് ഏകദേശം പോർട്ടിനെ പറ്റി അറിയാം. നിങ്ങൾ തള്ളണ്ട. ഓക്കെ, ഇംഗ്ലീഷ് പറഞ്ഞാൽ മതി. സോ എന്തൊക്കെയാണ് ഇവിടെ കാണാനുള്ളത്? What are the sights of this place? പറഞ്ഞേ. What are the sights of this place? What are the sights of this place? അങ്ങനെ ചോദിക്കാം. So what are the sights of this place? ഇവിടെ എന്തൊക്കെ കാണാനുള്ളത്? What are the sights? What are the sights? അപ്പോൾ കാഴ്ച കാണാന്ന് പറയും സൈറ്റ് സീയിങ്. എന്താ പറയാ? So last day we went sight seeing. അങ്ങനെ ഓരോ കാഴ്ച ഉണ്ടാവും. സൈറ്റ് സീയിങ് ഉണ്ടാവും. അപ്പോൾ സൈറ്റ് വെച്ച് ഒരുപാട് വാക്കുകൾ പഠിച്ചില്ലേ? അപ്പോൾ ദീർഘദൃഷ്ടിയുള്ള ആൾക്കെന്ന് പറയും? ദീർഘദൃഷ്ടിയുള്ള ഫാർ സൈറ്റഡ്. ഓക്കെ, അപ്പോ ഓക്കെ, കണ്ണടിക്കുകയാണ് എന്ത് പറയും? സൈറ്റ് പറയരുത്, വിങ്. ഓക്കെ, അതൊക്കെ സൈറ്റ് ആണല്ലോ. അപ്പൊ ഞാൻ കണ്ണടിക്കുകയാണെങ്കിൽ പകുതി മലയാളികൾ സൈറ്റ് അടിക്കാന്നാ പറയാറല്ലേ? ഓക്കെ, സൈറ്റ്. ഓക്കെ എന്ന് പറയരുത്, വിങ്. അപ്പോൾ ഞാൻ അവളെ നോക്കി കണ്ണടിച്ചു, എന്നെ പറയും ഐ വിങ്ക്ഡ് അറ്റ് ഹെർ. വിങ്ക് അറ്റ് വേണം, ഐ വിങ്ക്ഡ് അറ്റ് ഹെർ. അപ്പോൾ അവൾ എന്നെ തിരിച്ചടിച്ചു. ഷീ സ്ലാപ്ഡ് ഓൺ മൈ ഫേസ്. ഷീ സ്ലാപ്ഡ്. ഓക്കെ, ഷീ സ്ലാപ്ഡ്. ഓക്കെ, ഇന്നലെ നമ്മളെ കഥ എടുക്ക എത്തുന്നില്ല. ഇന്നലെ ഒരു ബുധനാഴ്ചയായിരുന്നു. സമ്മതിച്ചു. Wednesday. No, sir. Wednesday. So maybe because of that. ഇത് അവസാനിക്കേണ്ടത്. Okay. All right. രാവിലെ നല്ല മഴയുണ്ടായിരുന്നു. കഴിഞ്ഞ് നിർത്തിക്കോളൂ, ഇത് 10 വർഷം പറയണ്ട. It was raining
in the morning. It was raining hard in the morning. ഒരു ഇരുണ്ട കാലാവസ്ഥയായിരുന്നു ഇന്നലെ മൊത്തം. ഓ ആകെ ക്ലൗഡി അറിയാം. ഇന്നലെ everything should be in a sentence. ഇന്നലെ ആകെ മേഘാവൃതമായ മൂടിക്കെട്ടിയ കാലാവസ്ഥയായിരുന്നു. ടീച്ചറെ തല മൂടിക്കെട്ടിയ കാര്യം ഓക്കെ, ഇത് പറയണ ഇംഗ്ലീഷിലോട്ട് പറയുന്നില്ല. ഓക്കെ, it was the whole day ദിവസം മുഴുവനും the whole day was cloudy and gloomy. The whole day was cloudy and gloomy. മനസ്സിലായോ? ഓക്കെ, ഞാൻ ഇന്നലെ എനിക്ക് അവധി ദിവസമായിരുന്നു. It was a holiday. It was a holiday for me. It was a holiday for me. ഞാൻ വീട്ടിലുണ്ടായിരുന്നു. I was at home. ഏകദേശം 10 മണിയായപ്പോൾ everything should be in a sentence. ഏകദേശം 10 മണിയായപ്പോൾ നിങ്ങളെ വികാരം മനസ്സിലായി സെന്റൻസ് ആക്കി പറയണോ? 10 o'clock അറിയാം, പക്ഷേ when it was 10 o'clock 10 മണിയായപ്പോൾ അങ്ങനെ പറയാ. ഹലോ, ഇവിടെ ആരെ പറ്റി പറയുന്നു? ആരുമില്ലല്ലോ. ആരുമില്ലെങ്കിൽ ഇറ്റ് ഉപയോഗിക്കണം. when it was പറഞ്ഞേ when it was 10 o'clock ഒരു കാർ എൻ്റെ വീടിന്റെ മുന്നിൽ വന്നു. A car came in front of my car. Okay, adjust ചെയ്തു. Okay, no problem. അതിൽ നിന്നും ഒരു കറുത്ത തടിച്ച ഉയരമുള്ള ഒരാൾ പുറത്തിറങ്ങി. അതിൽ നിന്നും ഒരു തടിച്ച് കറുത്ത പൊക്കമുള്ള ഒരാൾ പുറത്തിറങ്ങി. എന്തെങ്കിലും നാവാൻ പാടില്ലേ? തടിക്കാൻ പാടില്ലേ? കറുത്തവർക്ക് തടിക്കാൻ പാടില്ലേ? തടിച്ചവർക്ക് പൊങ്ങാൻ പാടില്ലേ? ഓക്കെ, പറയൂ. ബ്ലാക്ക് തടിച്ചാക്കെന്ന് പറയും. ആക്ച്വലി ഫാറ്റ് എന്ന് പറയുന്ന അത്ര നല്ല വേർഡല്ല. വി കൻ ഗോ ഫോർ എ ബിറ്റ് ഓവർ വെയിറ്റ്. പറഞ്ഞേ എ ബിറ്റ് ഓവർ വെയിറ്റ്. പറഞ്ഞേ എ ബിറ്റ് ഓവർ വെയിറ്റ്. ഷീ ഈസ് എ ബിറ്റ് ഓവർ വെയിറ്റ്. അല്ല, തടിക്കുക എന്നുള്ളത് നിസ്സാര കാര്യ. എനിക്ക് തടി വെക്കാൻ നല്ല ആഗ്രഹമുണ്ട്. ഐ വാണ്ട് ടു പുട്ട് ഓൺ സം വെയിറ്റ്. ഐ വാണ്ട് ടു ഗെയിൻ സം വെയിറ്റ്. പറഞ്ഞേ ഐ വാണ്ട് ടു ഗെയിൻ സം വെയിറ്റ്. തടി വെക്കാളതിന് വേറെ ഒന്നും പറയരുത്. ഗെയിൻ സം വെയിറ്റ് പറ. ഓക്കെ, അപ്പോൾ തടി കുറഞ്ഞ ആൾക്ക് എന്ത് പറയും? എ ബിറ്റ് ഓവർ വെയിറ്റ് എന്ന് പറഞ്ഞാൽ തടിച്ച. അതാണ് പോസിറ്റീവ്, നല്ല വാക്കാണ്. മറ്റേത് ഫാറ്റ് എന്ന് പറയുന്നൊരു നല്ല വേർഡ്. നോട്ട് വെരി ഗുഡ് വേർഡ്. അപ്പോൾ മെലിഞ്ഞാൾക്ക് എന്ന് പറയും? ഹലോ, എ ബിറ്റ് ഓവർ വെയിറ്റ് അല്ലേ? അപ്പോൾ ഓവറിന് എന്താ? ലെസ് വെയിറ്റാ. എ ബിറ്റ് അണ്ടർ വെയിറ്റ്. അപ്പോൾ പാകത്തെ തടിയുള്ള ലീന് പറയാം, സ്കിന്നി എന്ന് പറയാം, ഓൾ സ്കിൻ ആൻഡ് ബോൺ. എന്താണ് ഓൾ സ്കിൻ ആൻഡ് ബോൺ? എല്ലും തോലുമായ. പറയും ഓൾ ALL സ്കിൻ ആൻഡ് ബോൺ. മലയാളത്തിൽ പറയാറില്ലേ എല്ലും തോലുമായ? ഫോർ എക്സാമ്പിൾ, ഷീസ് ഓൾ സ്കിൻ ആൻഡ് ബോൺ. ALL ഉപയോഗിക്കണം. ഷീസ് ഓൾ സ്കിൻ ആൻഡ് ബോൺ. വാക്കുകൾ പറയുന്നൊക്കെ വേണമെങ്കിൽ അപ്പോൾ എഴുതി വെക്കാം വേണമെങ്കിൽ. ഓൾറൈറ്റ്, യു മേ നോട്ട് ഡൗൺ. ഷീസ് ഓൾ സ്കിൻ ആൻഡ് ബോൺ. സ്കിന്നി, സ്ലിം, എ ബിറ്റ് അണ്ടർ വെയിറ്റ്, all mean the same. A bit overweight, a bit underweight, medium weight. ആ പൊക്കമുള്ള ആൾക്കെന്ന് പറയും? A bit tall, short, medium height, medium weight. Clear?
ഓക്കെ, അപ്പോൾ ഒരു കറുത്ത തടിച്ച പൊക്കമുള്ള ആൾ പുറത്തിറങ്ങി. A black, tall, a bit overweight man stepped out of the car. ആദ്യം എനിക്ക് അയാളെ മനസ്സിലായില്ല. അല്ല, ആദ്യം ഞാൻ വിചാരിച്ചു എൻ്റെ ഫ്രണ്ടാണെന്ന്. ആദ്യം ഫേസ്റ്റ്ലി എന്ന് പറയാം, അറ്റ് ഫേസ്റ്റ് എന്ന് പറയാം, അല്ലെങ്കിൽ വെറും ഫസ്റ്റ് ഉപയോഗിക്കാം. അറ്റ് ഫേസ്റ്റ് ഐ തോട്ട് വാസ് മൈ ഫ്രണ്ട്. പക്ഷെ അദ്ദേഹം അടുത്തെത്തിയപ്പോൾ when he came closer എനിക്ക് മനസ്സിലായി അദ്ദേഹം പരിചയമില്ലാത്ത ഒരാളാണ്. അദ്ദേഹം തീരെ പരിചയമില്ലാത്ത ഒരാളാണ്. He is a total stranger. തീരെ പരിചയമില്ലാത്ത ആള്. ടോട്ടൽ സ്ട്രേഞ്ചർ. പരിചയത്തിന് ഇംഗ്ലീഷ് പറയാം പരിചയം. ഫെമിലിയർ പരിചയമുള്ള സ്റ്റേറ്റ് ആണ്. ഫെമിലിയർ വന്നാൽ പിന്നെ എന്താ ഉപയോഗിക്കുക? ഇന്ന ഓണാണോ, എനിക്ക് ഈ സ്ഥലവുമായിട്ട് എനിക്ക് പരിചയമില്ല, അല്ലെങ്കിൽ അവനുമായിട്ട് പരിചയമില്ല. ഐ ആം നോട്ട് ഫെമിലിയർ വിത്ത് ഡിസപ്പോയിന്റഡ് വിത്ത് ഫെമിലിയർ വിത്ത്. ഓക്കെ, ഇപ്പോൾ ഇത് ശുഭ മാഡത്തെ പരിചയപ്പെടുന്നത് സിമ്പിൾ മീറ്റ്. നൈസ് ടു മീറ്റ് യു. First I met the students. First of all, let's get acquainted. അതാണ് കവി ഉദ്ദേശിച്ചത്. ഗെറ്റ് സാറേ സുഖമുള്ള നാവിന് സുഖമുള്ള വല്ലതും ഉണ്ടോ? അപ്പോൾ പറഞ്ഞ ഫസ്റ്റ് ലെറ്റ്സ് മീറ്റ് ആൻഡ് ഗ്രീറ്റ്. പറഞ്ഞേ ഫസ്റ്റ് ലെറ്റ്സ് മീറ്റ് ആൻഡ് ഗ്രീറ്റ്. ദേഷ്യപ്പെടും. കമാ വെൻ യു സേ ഹലോ, നിങ്ങൾ കാണാത്ത ഇഷ്ടപ്പെടാത്തത് കാണുകയും കേൾക്കുകയും ചെയ്യുമ്പോൾ എന്താ പറയാ? ആ ഫ്ലോ അങ്ങോട്ട് പോയി. കമോൺ, ഹൗ ഡെയർ യു. കമോൺ, ക്ലാസ്സിൽ ഫോൺ ബല്ലടിക്കാൻ എങ്ങനെ ചോദിക്കൂ? അത് കഴിഞ്ഞോ? കമോൺ പറഞ്ഞേ, ഹൗ ഡെയർ യു let your phone ring in the classroom. ആണ് പുള്ളിയല്ലല്ലോ ബല്ലടിപ്പിച്ചത്. അപ്പം let your phone ring അങ്ങനെ പറയാം. ഓക്കെ, പുള്ളിയെ കടിച്ചിരിക്കുകയാണ്. How dare you let your phone ring? How dare you? So when you see or hear something that you do not like, go for how dare you. എൻ്റെ ഫോൺ എടുത്ത് നീ ചോദിക്കും. വരട്ടെ സാർ, അത് പോരാ എടുത്ത്. How dare you take my phone. ഒക്കെ ഫസ്റ്റ് ഫോമിലെ വെച്ച് കൊടുക്കുക. ഹലോ, ഫസ്റ്റ് ഫോമിൽ ഹൗ ഡെയർ യു ടേക്ക് മൈ ഫോൺ, അത്ര മതി. ഫസ്റ്റ് ഫോം വെച്ചു ഹൗ ഡെയർ യു. അർത്ഥം വെച്ച് കൊടുക്കണ്ട, എങ്ങനെ ധൈര്യം വന്നു അങ്ങനൊന്നും വേണ്ട. അത് ഇംഗ്ലീഷിൽ ഇഷ്ടപ്പെടാത്തത് കാണുകയോ കേൾക്കുകയോ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് പറയാം? ഹൗ ഡെയർ യു ഇനഫ്. അല്ലാതെ അർത്ഥം വെച്ച് കൊടുക്കണ്ട, ഹൗ ഡെയർ യു. ഓക്കെ, സോ കമോൺ. അപ്പോൾ നേരിയ പരിചയം എന്ന് പറയും അക്വൈൻറ്റൻസ്. എന്താ പറയാ? അക്വൈൻറ്റൻസ്. നോഡിങ് അക്വൈൻറ്റൻസ്. പറഞ്ഞേ നോഡിങ്. എന്താ നോഡ് എന്ന് പറഞ്ഞാൽ? ഹലോ, നോഡ് എന്ന് പറഞ്ഞാൽ എന്താ? നോഡ് ഇതെന്താ പറയാ? come on, I nod my head. Everybody come on. I nod my head, I shake my head, I tilt my head, I bang my head on something. അപ്പോൾ ടിൽറ്റ് എന്താ? ശരിക്കുക. അപ്പോൾ മരുന്ന് ടീച്ചർ ഞാൻ എന്ത് ചെയ്യണം? ശരിക്കുക. ഇതുവരെ നിങ്ങൾ എന്താ പറഞ്ഞോണ്ടിരുന്നത്? ടിൽറ്റ് ഓർബിറ്റ്. ഓർബിറ്റ് എന്നാ പറയുന്നത്. ടിൽറ്റഡ് ഓർബിറ്റ്. ചെരിഞ്ഞ ഗ്രഹം. ഓക്കെ, അതൊക്കെ അറിയാം. അപ്പോൾ തല ചെരിക്കുന്ന ഇംഗ്ലീഷിൽ പറയും. നിങ്ങൾ അങ്ങനെ പറഞ്ഞോണ്ടിരുന്നത്. അങ്ങനെ ബുദ്ധിമുട്ടുള്ളതും പ്രയാസമുള്ള ഞങ്ങൾ പറയില്ല. ആ പരിപാടിക്ക് ഞങ്ങളെ കിട്ടില്ല. അറിയാത്തത് ഞങ്ങൾ പറയില്ല. നേരത്തെ തിരിഞ്ഞു മറിഞ്ഞും കിടക്കണമെങ്കിൽ സാർ ഞങ്ങൾ ഉറങ്ങിയിട്ടില്ല എന്താ പറയുള്ളൂ എന്ന് പറയും. ടിൽറ്റ് എന്ന് പറയാം. ടിൽറ്റ്. ഇപ്പോൾ കസേര ഫ്രണ്ടിലോട്ട് ആക്കൂലേ? ടിൽറ്റ് എന്നാ. സ്റ്റോപ്പ് ടിൽറ്റ് ഇൻ ദ ചെയർ. ഇനി ആടാണെന്ന് പറയാം റോക്ക് ഇൻ ദ ചെയർ. റോക്ക്. കസേര ആടൂലേ? സ്റ്റോപ്പ് റോക്ക് ഇൻ ദ ചെയർ. റോക്ക്. ഇത് കുട്ടീനെ അങ്ങനെ ആക്കൂലേ? എന്താ പറയാ? റോക്ക് ഇൻ ദ ബേബി.
റോക്കിംഗ് ദ ബേബി എന്ന് പറയാം. കുട്ടി ഉറപ്പില്ലേ? അപ്പോൾ റോക്കിംഗ് ദ ബേബി, ദിസ് ഇസ് റോക്കിംഗ് ദ ബേബി, റോക്കിംഗ്. ഓൾറൈറ്റ്, ക്ലിയർ? അപ്പൊ നോഡിങ് അക്വൈനൻസ് എന്ന് പറഞ്ഞതാണ്. അതുണ്ടല്ലോ, അതാണ് നേരിയ പരിചയം, നോഡിങ് അക്വൈനൻസ്. ഐ ഹാവ് ഓൺലി എ നോഡിങ് അക്വൈൻറ്റൻസ് വിത്ത് ഹിം. അക്വൈൻറ്റ് വിത്ത് എന്ന് പറയട്ടോ. ഗെറ്റ് അക്വൈൻറ്റഡ് എന്ന് പറഞ്ഞാൽ പരിചയപ്പെടുക. ഗെറ്റ് അക്വൈൻറ്റഡ്, പരിചയപ്പെടുക. നോട്ട് അക്വൈൻറ്റൻസ്, അക്വൈൻറ്റൻസ്, ACQUAINTN, നോഡിങ് അക്വൈൻറ്റൻസ്. ഓക്കെ, പറയൂ. അദ്ദേഹം എന്നോട് ചോദിച്ചു, അല്ല ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, ആരാ, എന്തു പറ്റി, പറയൂ. What happened? Okay, who are you? What happened? Okay, ഭാഗ്യം. Okay, who are you? What happened? അത് എവിടെ പഠിച്ചു വെച്ചത് നമ്മൾ? Okay, who are you? What happened? അദ്ദേഹം പറഞ്ഞു 2 ദിവസം മുമ്പ്, അല്ല എൻ്റെ പേര് ജോൺ എന്നാണ്. മാം ജോൺ, ഞാൻ എറണാകുളത്ത് നിന്നാണ് വരുന്നത്. 2 ദിവസം മുമ്പ് എറണാകുളത്ത് നിന്നാണ് വരുന്നത്. ഐ കം ഫ്രം എറണാകുളം. അല്ലെങ്കിൽ ഐ എം ഫ്രം എറണാകുളം. പറഞ്ഞു. He said, he replied. Okay. കഥയിൽ ഒരു സാധനം വിട്ടുകൊടുക്കില്ല. ഓക്കെ, പറഞ്ഞില്ലെങ്കിലും പറയാതെ വിട്ടില്ല. പുള്ളി പറഞ്ഞില്ലെങ്കിലും കഥയിൽ പറഞ്ഞിട്ട് പോയാൽ മതി. ഓക്കെ, സോ യാ കം ഓൺ, അതാണ് സ്പിരിറ്റ്. ഓക്കെ, ദെൻ യാ അദ്ദേഹം പറഞ്ഞു, ഹി സെഡ് 2 ദിവസം മുമ്പ് ഇവിടുന്ന് അഷ്റഫ് എന്നൊരാൾ ഞങ്ങൾ എറണാകുളത്ത് വന്നിട്ടുണ്ടായിരുന്നു, എൻ്റെ കടയിൽ വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ ലാസ്റ്റ് പറഞ്ഞാൽ മതി. 2 ദിവസം മുമ്പ് ഈ സ്ഥലത്ത് നിന്നും അഷ്റഫ് എന്നൊരാൾ എൻ്റെ കടയിൽ വന്നിരുന്നു, എറണാകുളത്ത് എൻ്റെ കടയിൽ വന്നിരുന്നു. അഷ്റഫ് വന്നു, മാൻ വന്നു. എ മാൻ കോൾഡ് അല്ലെങ്കിൽ നെയ്മഡ്, അങ്ങനെ പറയാം. 2 days ago a man named Ashraf from this place, of this place എറണാകുളത്തുള്ള എൻ്റെ ഷോപ്പിൽ വന്നു. visited my shop at എറണാകുളം. ഇങ്ങനെ സെൻസിൽ ബിൽഡപ്പ് ചെയ്യാം. ഓക്കെ, അദ്ദേഹം ഒരു ഫോൺ വാങ്ങിച്ചു. ഈ ബോട്ടെ ഫോൺ, പക്ഷേ അദ്ദേഹം പൈസ അടക്കാതെ മുങ്ങി. ടീച്ചർ വളരെ മോശമായി പോയി. he left without paying. ഹലോ he left അല്ലെങ്കിൽ he scooted എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് പോകാന്നർത്ഥം, അല്ലാതെ മുങ്ങാന്നല്ല. നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താണ്? സ്കൂട്ടർ എന്താ? മുങ്ങലല്ല സ്കൂട്ട് എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് പോകാന്നർത്ഥം. അങ്ങനെ വന്ന വാക്കാണെന്ത്? സ്കൂട്ടർ. പെട്ടെന്ന് പോകുന്നത്, ട്രാഫിക്കും ഇല്ല, റോട്ടിൽ കൂടെ പോകും, സൈഡിൽ കൂടെ ആൾക്കാർ അല്ലേ, പാത്ത് വേ കൂടെ സൈഡ് വാക്കിലൊക്കെ പോകും. അല്ലേ? he went ഗോൺ വേണ്ട, he went ലെഫ്റ്റ് പോയാന്നല്ല. ഡിപ്പ് ഔട്ട്, മുങ്ങ. അത് പരിപാടി വലിയ മുങ്ങനെയാണ് ഡിപ്പ് എന്ന് പറയാം. ഓക്കെ, he left without paying. അദ്ദേഹം എന്നോട് ചോദിച്ചു, അദ്ദേഹത്തിന്റെ വീട് എവിടെയാണെന്ന് നിങ്ങൾക്കറിയാമോ? വരട്ടെ കൊണ്ട് പറഞ്ഞു തെറ്റിക്കാം, പറയാതിരിക്കരുത്. Do you know or do you have any idea where is his house എന്ന് പറയരുത്, where his house is. Do you have any idea where is his house എന്നല്ല പറയാ. കാര്യം എന്താ? ഇത് ചോദ്യമല്ലല്ലോ, ഇൻഡയറക്റ്റ് ചോദ്യമാണ്. അയ്യോ, അത് മാറ്റണ്ട. Do you have any idea where his house is? നിങ്ങൾ മറ്റേ ഇൻഡയറക്റ്റ് സ്പീച്ചും അതൊക്കെ ഒന്ന് ആലോചിക്കണേ. അതൊന്നും വേണ്ട, സപ്പ നിങ്ങൾ പറഞ്ഞാൽ മതി. ഓക്കെ. Do you have any idea where his
ഇത് റിപ്പോർട്ട് ചെയ്യല്ല, ഇത് ഞാൻ കഥ പറയാണ്. അദ്ദേഹം അന്ന് പറഞ്ഞു നിങ്ങളെ വീട് എവിടെയായിരുന്നു, അപ്പൊ പറയുമ്പോൾ ഓക്കെ. ഇത് റിപ്പോർട്ട് ചെയ്യില്ലല്ലോ. ഇംഗ്ലീഷാണ് പഠിപ്പിക്കണം അല്ലേ? ഇൻഡയറക്റ്റ് സ്പീച്ചിന്റെ ഹാങ് ഓവർ ഉണ്ട്. ഓക്കെ, കുഴപ്പമില്ല. അത് റിപ്പോർട്ട് ചെയ്യുമ്പോൾ ഓക്കെ. അപ്പൊ അവൻ പറഞ്ഞു അവന്റെ വീട് എവിടെയായിരുന്നു, അപ്പൊ അങ്ങനെ ആകുമ്പോൾ പറയാം, ദാറ്റ്സ് ഫൈൻ. ഓക്കെ ഓക്കെ. സോ ഞാൻ പറഞ്ഞു ഇവിടെ അഷ്റഫ് എന്നൊരാളില്ലല്ലോ, അഷ്റഫ് എന്നൊരാൾ ഇവിടെ ഇല്ലല്ലോ, ഈ ഭാഗത്തില്ല. അഷ്റഫ് എന്നൊരാൾ ഇവിടെ താമസിക്കുന്നില്ല. There is no man named Ashraf lives here. Lives here. ഞാൻ ചോദിച്ചു അദ്ദേഹത്തിന് അഡ്രസ് വല്ലതും ഉണ്ടോ? അദ്ദേഹത്തിന് അഡ്രസ് വല്ലതും ഉണ്ടോ? Do you have his address? അദ്ദേഹം പറഞ്ഞു എൻ്റെ അടുത്തില്ല. I don't have it. ഞാൻ ചോദിച്ചു അയാളുടെ ഫോട്ടോ വല്ലതും ഉണ്ടോ? കുട്ടൻ ചേട്ടൻ്റെ ഫോട്ടോ വല്ലതും ഉണ്ടോ? ഓക്കെ, ഫോട്ടോ വല്ലതും ഉണ്ടോ? ഡു യു ഹാവ് ഹിസ് പിക്ചർ? അദ്ദേഹം പെട്ടെന്ന് ഫോൺ എടുത്തു പോക്കറ്റിൽ നിന്ന്. ഔട്ട് ഓഫ് ഹിസ് എന്നിട്ട് അദ്ദേഹം എനിക്ക് ഫോട്ടോ കാണിച്ചു തന്നു. He showed me the picture. ആദ്യം എനിക്ക് തിരിച്ചറിഞ്ഞു, എനിക്ക് മനസ്സിലായില്ല. I couldn't recognize. ആള് തിരിച്ചും റെക്കഗ്നൈസ് ആണ്, അല്ലാതെ അണ്ടർസ്റ്റാൻഡ് അല്ല. I couldn't recognize him. അവസാനം എനിക്ക് മനസ്സിലായി. I recognized him. I understood. എല്ലായിടത്തും അണ്ടർസ്റ്റുഡ് വരരുത്. I recognized him. ഞാൻ പറഞ്ഞു അദ്ദേഹത്തിന്റെ പേര് അഷ്റഫ് ഒന്നല്ല. അദ്ദേഹം സലാമാണ്. സലാം. അദ്ദേഹം ഇവിടുത്തെ 5 വീട് അപ്പുറത്താണ് താമസിക്കുന്നത്. He lives 5 houses away. ഇംഗ്ലീഷാണെങ്കിൽ 5 blocks away എന്നൊക്കെ പറയും. 5 blocks, 5 ബിൽഡിംഗ് അപ്പുറത്ത്. 5 blocks, 5 houses away. 5 വീട് അപ്പുറത്ത്. 5 houses away from here. ഞാൻ ചോദിച്ചു ഞാൻ കൂടെ വരണോ? Do you want me to come with you? പറഞ്ഞേ. അല്ലെങ്കിൽ should I come with you ചോദിച്ചാൽ മതി. മറ്റേ സമ്മതി ചോദിക്കണം, may I come with you? ഇത് ഓഫർ ചെയ്യാണ് സ്വമേധയാ. Should I come with you? അല്ലെങ്കിൽ do you want me to come with you? അദ്ദേഹം പറഞ്ഞു വേണ്ട, ഞാൻ കണ്ടുപിടിച്ചോളാം. I will find it. അങ്ങനെ I'll find him. അല്ലെങ്കിൽ I'll find it. അങ്ങനെ ഞാൻ റൂമിലോട്ട് പോയി, കുളിച്ചു, പല്ല് തേച്ചു, ഡ്രസ്സ് ധരിച്ചു. ഡ്രസ്ഡ്. അപ്പോഴാണ് ദാറ്റ് എന്നാണ് അപ്പോൾ എന്നാണ്. അപ്പോഴാണ് That's when. ഹലോ, that's when എന്താർത്ഥം? അപ്പോഴാണ്. അപ്പോഴാണ് എൻ്റെ ഫോൺ ബെല്ലടിച്ചത്. പറയൂ. That's when my phone rang. അപ്പോഴാണ് that's when. അവിടെയാണ് that's where. ഉണ്ടോ? that's where. അങ്ങനെയാണ് കടലുണ്ടായത്. that's how. അതുകൊണ്ടാണ് that's why. അതാണ് that's why അറിയല്ലേ? അതാണ് that's what. അതാണ് ഞാൻ ചോദിച്ചത്. that's what I asked. പറയൂ. അപ്പോഴാണ് ഞാൻ ഓർത്തത്. പറയൂ. that's when I remembered. അവിടെ വെച്ചാണ് ഞാൻ ഓർത്തത്. I remembered. അങ്ങനെയാണ് ഞാൻ ഓർത്തത്. അതുകൊണ്ടാണ് ഞാൻ ഓർത്തത്. അതാണ് ഞാൻ ഓർത്തത്.
ക്ലിയർ അല്ലേ? ക്ലിയർ അല്ലേ? മനസ്സിലായോ? ദാറ്റ്സ് വാട്ട്, ദാറ്റ്സ് വെയർ, ദാറ്റ്സ് വെൻ, ദാറ്റ്സ് വൈ. ക്ലിയർ? ക്ലിയർ. അപ്പോൾ അതാണ് ഞാൻ ചോദിച്ചത്. ദാറ്റ്സ് വാട്ട് ഐ ആസ്ക്ഡ്. അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത് ദാറ്റ്സ് വൈ ഐ ആസ്ക്ഡ്. അങ്ങനെയാണ് ഞാൻ ചോദിച്ചത്. ദാറ്റ്സ്. അപ്പം അങ്ങനെയാണ് ഞാൻ അറിഞ്ഞത്. പറഞ്ഞേ. ദാറ്റ്സ് ഹൗ ഐ ന്യൂ. ടീച്ചറെ അങ്ങനെയാണ് അറിഞ്ഞത്. ദാറ്റ്സ് ഹൗ ഐ ന്യൂ. ഞാൻ അങ്ങനെയാണ് ഇംഗ്ലീഷ് പഠിച്ചത്. എങ്ങനെ പറയും? ഹൗ ഐ ലേൺഡ് ഇംഗ്ലീഷ്. പഠിച്ചത്. ക്ലിയർ? വൈ എന്ന് പറഞ്ഞാൽ കാരണം. ഈ എന്തെന്ന് കേൾക്കുമ്പോഴൊക്കെ വൈ ഉപയോഗിക്കരുത്. സോറി, വാട്ട് ഉപയോഗിക്കരുത്. വാട്ട് എന്ന് പറഞ്ഞാൽ എന്തെന്നാണ്. എന്നാൽ കാരണം ചോദിക്കുമ്പോഴൊക്കെ വൈ ആണ്. രണ്ട് മലയാളത്തിൽ എന്തേന്ന് ചോദിക്കുമ്പോൾ വാട്ടേന്ന് ചോദിക്കാൻ പറ്റുമോ? വൈ എന്ന് ചോദിക്കേണ്ടത്. വൈ. കാരണം വൈ, ബട്ട് വൈ. എന്ത്? ദാറ്റ്സ് ഇറ്റ്. ഇത് കാരണം. ദാറ്റ്സ് വൈ. ദാറ്റ്സ് വൈ ഐ ലെഫ്റ്റ് ഏർലി. ഇന്ന് ഞായറാഴ്ചയാണ്. there are no buses. ദാറ്റ്സ് വൈ ഐ ലെഫ്റ്റ് ഏർലി. ഞാൻ അതുകൊണ്ട് നേരത്തെ പോന്നു. ദാറ്റ്സ് വൈ. ക്ലിയർ? ക്ലിയർ? ക്ലിയർ. അതുകൊണ്ട് ദാറ്റ്സ് വൈ. ക്ലിയർ? അതാണ് ഞാൻ ചെയ്യാറ്. പറഞ്ഞേ. ദാറ്റ്സ് വാട്ട് ഐ ഡു. ദാറ്റ്സ് വാട്ട് ഐ ഡു. നിങ്ങൾ എന്താണ് തടി കുറക്കാൻ ചെയ്യാറ്? ഐ എക്സസൈസ്, സംടൈംസ് ഐ റൺ, ഐ വാക്ക്, ഐ ഗോ ഫോർ ജോഗിങ്. ദാറ്റ്സ് വാട്ട് ഐ ഡു. ദാറ്റ്സ് വാട്ട് ഐ ഡു. അതാണ് ഞാൻ ചെയ്യാറ്. മനസ്സിലായോ? ഇസ് ഇറ്റ് ക്ലിയർ? ഇസ് ഇറ്റ് ക്ലിയർ? Okay, so now how many people have you got today? 3, 5, sorry, 6 people. 6, 10, 14, 17, 21, 24, 26, 31 people. So there can be 3 people in the group. 3 people. All right. So 31. How many? Okay. 1, 2, 10. 1, 4, 5, 10. 1, 2, 3, 4, 5, 6, 7, 8, 9, 10. Okay. 10. They have 11. Sorry, 1. Okay. So I'm going to give you 5 characters here. You're going to make a story using those characters. Ready? Interesting. Boy, rain, police, forest, dog, girl, jeep. There are 1, 2, 3, 4, 5, 6, 7. There are 7 points here. There are some points, 7 points. Using all these, you need to develop a story out of this. You need to develop story and you have to come and you have to tell the story. But don't make your story this way. ഒരു കുട്ടി ഉണ്ടായിരുന്നു, മഴയത്ത് പോലീസ് പിടിച്ചു, കാട്ടിൽ പോയി, പട്ടി പെൺകുട്ടിയെ ജീപ്പിൽ കൊണ്ടുപോയി. ഇത്രയും കഥയാണെങ്കിൽ ഐ വിൽ എൻഡ് യുവർ സ്റ്റോറി. നിങ്ങളെ കഥ ഞാൻ തീർക്കും. അണ്ടർസ്റ്റാൻഡ്? ക്ലിയർ? ബിരുദന്മാരുണ്ടാവേ. ക്ലിയർ? പെട്ടെന്ന് കഥാപാത്രങ്ങളെ കൊല്ലരുത്. ബട്ട് ഇൻസ്റ്റഡ് there are 3 people in your group, so develop a story and come and you have to tell the story. You got it? You got it? Yeah. So how much time you need to get ready? How much time you need to get ready? 10 minutes. Perfect. Hello? കഥ എഴുതാനല്ല. ഹലോ, കഥ ഉണ്ടാക്കാനാണ്. Never ever write it. Hello, never ever write it. Writing doesn't help you. You can't read. Hello, you can't read the story. Come and tell the story. That's it. Clear? No writing. Develop the story, develop the background, everything, and like, understand me? Clear? Ready? കഥ എല്ലാവർക്കും ഐഡിയ കിട്ടണം. ഓരോരുത്തരും ഓരോ കഥ ഉണ്ടാക്കരുത്. പട്ടി ജീപ്പ് കയറി, അപ്പോൾ ഞാൻ അറിഞ്ഞില്ലല്ലോ പട്ടി ജീപ്പിൽ നിന്ന് ഓടണം ഞാൻ പറഞ്ഞു. So you have to have a coordination. Understand me? So the whole story should be shared among 3. The whole story shared among 3. ഇപ്പം വിഷ്ണു സാർ കഥ മൊത്തം പറയുന്നു, ബാക്കി രണ്ടാൾ വെരി ഗുഡ് സ്റ്റോറി, താങ്ക് യു വെരി മച്ച്. ഇങ്ങനെയല്ല, യു ഹാവ് ടു ഷെയർ ദ ഹോൾ സ്റ്റോറി ഈക്വലി. Everyone should have equal chance, equal portion of story to say, to tell. Ready? Ready?
Yeah, you got 10 minutes. Now it's 11:05 and we'll start at 11:15. 12:15. 12:05.